ലോകാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള ടേബിൾ മൗണ്ടെയിൻ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു 1 അവർ അതിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് ടേബിൾ മൗണ്ടെയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എക്സാക്ട് ടേബിൾ മൗണ്ടെയിനിലേക്കില്ല, അതിൻ്റെ വേറെ ഭാഗമായിട്ടുണ്ടായിരുന്നിട്ടുള്ള ഡൈവിംഗ് ബോർഡ് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എനിക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഈ കാണുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് ഈ പോകുന്ന വഴി കണ്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന ഒരു 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 മുഖഭാവമാണ് കണ്ടത്. കയറി പോകുന്നതും ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് യാത്ര നിർത്താൻ പറ്റും. ഇത് എന്ത് ഫ്ലവറാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു നാഷണൽ ഫ്ലവർ ഉണ്ട്, പ്രൊട്ടേഷ്യ അങ്ങനെ എന്തോ ആയിട്ട് അതാ തോന്നുന്നു. അതായത് ഈ കാണുന്നതാണോ മുമ്പ് കണ്ട ഈ യെല്ലോ കളറാണോ എന്നുള്ളത് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. എനിക്ക് തോന്നുന്ന സെക്കൻഡ് തോന്നുന്നുണ്ട് ഇവരുടെ നാഷണൽ ഫ്ലവർ. അത് കഴിഞ്ഞ് ഇതേ വേറെ നമുക്കിത് ആഫ്രിക്ക ആയതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലവേഴ്സും അങ്ങനെ ടച്ച് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പൊട്ടിക്കാനും അതുപോലെ തന്നെ അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ പണ്ട് ഡിസ്കവറി ചാനൽ മുതലേ നമുക്ക് അറിയാമല്ലോ. ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് അങ്ങനെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നമ്മളെ പോലെ ഹൈക്കിംഗ് പ്രാന്തമുള്ളവർ മാത്രമേ ഇതൊക്കെ തേടിപ്പിടിച്ച് വരത്തുള്ളൂ. കാരണം അത്രയും ഡിഫിക്കൽട്ടും ആണ്, അത്രയും റിസ്ക്കും ആണ്. ഇപ്പോൾ കുറേ ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കരടി അതുപോലെ തന്നെ ബബൂൺ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവറ്റങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഹൈക്ക് ചെയ്യാൻ നമ്മൾ വിചാരിച്ച് കയറിപ്പോയല്ലോ. ഇനിയിപ്പോൾ ഇറങ്ങാനും പറ്റത്തില്ല, കയറി കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതിനെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരൊന്നും നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വഴികളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫോറിനേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അതാണ്. ഒരിക്കലും നമ്മൾ പോയിട്ട് അവിടെ ആ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ പറയില്ല എന്തിനാണ് അങ്ങോട്ട് പോകണം, അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയില്ല. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയും കയറി പോകാൻ വേണ്ടിയിട്ടേ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറിപ്പോയി. അത്രയും ഇനിയും കയറാനുണ്ട്. അത് ഇന്ന് താഴത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ അത്രത്തോളം താഴത്തേക്കുണ്ട്. നമുക്ക് ഈ താഴത്തെ കാണുന്നത് കേപ്പ് ടൗണും അറ്റ്ലാന്റിക് ഓഷനൊക്കെ കേട്ടോ. ഞാനിപ്പോൾ ഈ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ കേപ്സാണ്. സോ നമ്മൾ വഴികളൊക്കെ ഇവിടെ അങ്ങനെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ അവിടെ കിടക്കുക തന്നെ ആയിരിക്കും. നമ്മൾ എങ്ങനെ കോണ്ടാക്ട് നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഓരോ ഭാഗത്ത് അവരവരൊക്കെ ഇങ്ങനെ എത്തിപ്പെടും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഈ ടേബിൾ മൗണ്ടെയിൻ്റെ പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് മാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് മെയിനായിട്ടുള്ളത്. അത് വെച്ചിട്ടൊരു കാൽക്കുലേഷനിൽ അങ്ങോട്ട് കയറി പോവുക. റേഞ്ചൊന്നും ഉണ്ടാവില്ല. റേഞ്ച് ഇല്ലായിരുന്നു. ഫൈനലി നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ്, ആ സ്പോട്ടിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിലില്ല ആക്ച്വലി. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ. അപ്പം തൊടുമ്പോൾ എനിക്കറിയാം തൊടാൻ പാടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു ആരാ ഇവിടെ ഇങ്ങനൊരു ഡാമൊക്കെ പണിത് വെച്ചെന്ന് ഞാൻ അതിശയപ്പെട്ടു പോയിട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഇവിടെ നീ വെള്ളം വരുന്നു, ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. ഒരു വൈറ്റ് സാൻഡായിരുന്നു അവിടെ മൊത്തം. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. പക്ഷെ ആ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിങ്ങോട്ട് കയറി ഹൈക്ക് ചെയ്ത് ഇങ്ങോട്ട് ടോപ്പ് സൈഡിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച സംഭവം. അപ്പോൾ എന്തായാലും വീഡിയോസും ഇതൊക്കെ അടിപൊളിയായിരുന്നു. എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ കണ്ണുകൾ കണ്ട സത്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത്രയും ഭംഗി, എത്രത്തോളം അത് ഇപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിലും ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ആ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച അതെന്നും അങ്ങനെയുള്ളത് തന്നെയാണ്. ഇത് ഈ ടേബിൾ മൗണ്ടെയിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സന്തോഷ് ജോർജ് കുളങ്ങര ആ സാറിൻ്റെ വീഡിയോയിൽ സാറ് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം അത്. അപ്പോൾ അവരവരുടെ വീഡിയോസിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഡീറ്റെയിൽസൊക്കെ തപ്പിപ്പിടിച്ച് പറയുമ്പോഴേക്ക് എനിക്ക് നമ്മൾ ട്രാവലിംഗ് മാത്രമായിട്ടില്ല, നമ്മൾ ജോലി ചെയ്ത് അതിൽ കിട്ടുന്ന സമയത്താണ് പോയിട്ട് ഹൈക്ക് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഫിലിം ചെയ്യാൻ മാത്രം എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്ന് വോയിസ് ഓവർ ചെയ്യാനോ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസും കൂടെ ഒക്കെ ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. എനിക്ക് വയ്യ സത്യത്തിൽ അതൊന്നും എന്താ പറയുക ചകഞ്ഞെടുക്കാനും ആഡ് ചെയ്യാനൊക്കെ. ചുമ്മാ
ഞാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുക. ഏതാ സ്ഥലം എന്നുള്ളതൊക്കെ അത്ര പറയാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം സൺഡൗൺ ആയി തുടങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ റിട്ടേൺ ഇറങ്ങിയപ്പോൾ. ഇനി സമയമില്ല, അസ്തമയം തുടങ്ങി. അസ്തമയത്തുള്ള ആ ഒരു ഗോൾഡൻ അവറൊക്കെ ഒരു രക്ഷയില്ലാത്ത ഭംഗി എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയട്ടെ. പിന്നെ ഈ വഴിയൊക്കെ ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഫോണിലൊക്കെ ചാർജ് തീരാറായി. പിന്നെ അതുപോലെ തന്നെ ഇനി ഇറങ്ങും തോറും നമ്മുടെ കയ്യിൽ ലൈറ്റ് വേണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തണുപ്പ് കാരണം കൊണ്ടും പിന്നെ കിതപ്പ് കാരണം കൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ പകുതി വെച്ചിട്ട് തന്നെ പോയായിരുന്നു. സൗണ്ടൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും ഭാഗം ഞാൻ ഇറങ്ങി വന്നു. ഇനി അതിലുപരി താഴത്തേക്ക് ഇറങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സണ്ണ് പോയി. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോർച്ചുണ്ടാവില്ല. താഴത്തേക്ക് നോക്കുമോ, കേപ്പ് ടൗൺ ആണ് ഇങ്ങനെ ഗോൾഡൻ കളറിൽ നിൽക്കുന്നത് കേട്ടോ. ഫുൾ ലൈറ്റിംഗ് ആയിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു 9-9:30 ആയപ്പോൾ താഴത്തേക്ക് എത്തി. അതൊക്കെ ഭയങ്കര, അത് സമയം നോക്കാണ്ട് ഞാൻ ചെയ്ത ഒരു പൊട്ടത്തരായിരുന്നു. അങ്ങനെ താഴേക്ക് എത്തി, എങ്ങനെയോ ദൈവം സഹായിച്ച്. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഊബർ ആകുമ്പോൾ നൈറ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ചാർജായിരുന്നു. പക്ഷെ എങ്ങനെയായാലും നമുക്ക് റൂമിലെത്തണ്ടേ, നാളെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് റൂമിലെത്തണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇനി നാളേക്ക് കാലൊന്നും എടുക്കാനുണ്ടാവില്ല. പക്ഷേ എന്തോ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായതുകൊണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ചിങ്ങനെ വരും. എൻ്റെ ഊബർ മാത്രം വരുന്നില്ല, ലാസ്റ്റ്